ഓണക്കാലത്ത് ശമ്പളം കിട്ടാത്ത ടൂറിസം വകുപ്പിലെ കുടുംബശ്രീ ജീവനക്കാർക്ക് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഒരു 32 ലക്ഷം രൂപ എടുത്തു കൊടുത്തേക്കാണ് സുരേഷ് ഗോപി. അല്ല, കടമാണെന്ന് പറയുന്നുണ്ട്, ഫണ്ട് വരുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണമെന്ന് വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും സ്വന്തം അക്കൗണ്ടിൽ നിന്ന് അപ്പം തന്നെ ക്യാഷ് എടുത്ത് അവർക്ക് കൊടുത്തു ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും അതൊരു എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും കാലമൊക്കെ നമ്മൾ സുരേഷ് ഗോപി ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഓരോ നടപടിയും അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിവരക്കേട് പലപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം. വിമർശനത്തിനപ്പുറമൊന്നുമല്ല. എന്തായിരുന്നാലും ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികം ഇല്ലാത്തവർക്ക് സാമ്പത്തികം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യാത്തത്, എത്രയോ കമ്പനികളുണ്ട് അതൊന്നും അനുവർത്തിച്ച് പോരാത്തവരായിട്ട്. അപ്പോൾ പിന്നെ ഇതൊരു വലിയ കാര്യമാണ്. പിന്നെ സ്വന്തം ജീവനക്കാർക്ക് പൈസ കൊടുക്കാത്ത മാനേജ്മെൻറ്റുകൾ പലയിടത്തും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാലത്ത് സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു കാര്യമില്ല, പരാതി കേട്ടിട്ട് പോയാൽ 4-5 മാസമായി അവർക്ക് ശമ്പളം തന്നെ കിട്ടിയിട്ട്. അപ്പോൾ ഇത്തവണ ഓണം ആഘോഷിക്കുന്നത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് സുരേഷ് ഗോപിയോട് പറയുന്നു. സുരേഷ് ഗോപി അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടൊരു ഫണ്ട് എന്ന് പറഞ്ഞാൽ 32 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു ഒരുപക്ഷെ എനിക്ക് തോന്നി സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു വ്യക്തി ഒരു പഴയ വ്യക്തി എന്നുള്ള നിലയിലേക്ക് നമുക്ക് തിരിച്ചു പോകുന്ന സുരേഷ് ഗോപിയെ നമ്മൾ കാണുന്നത്. കാരണം ഇതുവരെ സുരേഷ് ഗോപിയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു, ഒരു ചേഞ്ച് ഓവർ ഉണ്ടായി. സുരേഷ് ഗോപിക്ക് ഉണ്ടായ ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം പുള്ളി പറയുന്നതും ചെയ്യുന്നതൊക്കെ ഒരുമാതിരി കാട്ടിക്കൂട്ടലായി പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയിക്കുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട്, അല്ലേ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുള്ളി എന്തോ ഇവിടുത്തെ രാജാവാണ് എന്നുള്ള നിലയിൽ പുള്ളി പെരുമാറുകയും പുള്ളിയുടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എവിടെയൊക്കെയോ കൈമോശം വന്നിട്ടുണ്ട് എന്നും പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാള് കലുങ്ക് സഭയ്ക്കിടയിൽ കലുങ്ക് സംവാദം ഉണ്ടായ സമയത്ത് ഒരു അപേക്ഷയായിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാതിരിക്കുകയല്ല, നിങ്ങളുടെ മന്ത്രിയോട് ചെന്നിട്ട് പറയും ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് എന്നൊക്കെ പറയുന്ന അതൊക്കെ കാണുമ്പോഴും ചില ആളുകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ കൈ നീട്ടുന്ന സമയത്ത് കൈതട്ടി മാറ്റുന്നത് കാണുമ്പോഴും ഒക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പഴയ സുരേഷ് ഗോപിക്ക് എന്ത് സംഭവിച്ചു. പഴയ സുരേഷ് ഗോപിയെ ജനം അറിയുന്ന ഇങ്ങനെ ആയിരുന്നില്ല. എനിക്കൊന്ന് ആറന്മുള പൊന്നമ്മ എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര നടി, ആ ചലച്ചിത്ര നടിക്ക് അവസാന കാലം എത്തിയപ്പോൾ അവരെ ആരും നോക്കാനില്ലായിരുന്നപ്പോൾ സുരേഷ് ഗോപി തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി. സുരേഷ് ഗോപി ആയിരുന്നു, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഒരു മുത്തശ്ശിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ, അല്ലെങ്കിൽ സ്വന്തം അമ്മയെ എങ്ങനെയാണോ സുരേഷ് ഗോപി നോക്കുന്നത് അതേപോലെ തന്നെ നോക്കി അവരുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത ഒരാൾ തന്നെയാണ് സുരേഷ് ഗോപി. അക്കാര്യത്തിലും സുരേഷ് ഗോപിയെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ സ്വന്തം 5 മക്കൾ സുരേഷ് ഗോപിക്കുണ്ട്. അപ്പം പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും പല കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ചില സത്യാവസ്ഥകൾ നമുക്കറിയാം. അങ്ങനെ പോലും ഒരു ശരിക്കും പറഞ്ഞാൽ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോരുത്തരുടെയും വേദനയും വിഷമവും ഒക്കെ മനസ്സിലാക്കി കണ്ണീരണിയുന്ന ഒരു സുരേഷ് ഗോപി നമുക്ക് കുറച്ചു കാലത്തിന് മുൻപ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു നിഷ്കളങ്കമായി നിന്നുകൊണ്ട് നിഷ്കളങ്കമായി ചിരിക്കുകയും നിഷ്കളങ്കമായി കരയുകയും ചെയ്യുന്ന ഒരു ഒട്ടും എന്താ പറയുക ആലങ്കാരികതയില്ലാതെ കരയുന്ന ഒരാളായിട്ട് സുരേഷ് ഗോപി, ഒരു നല്ല മനുഷ്യൻ എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരെന്നല്ല, നമ്മുടെയൊക്കെ അനുഭവത്തിലുണ്ട് അങ്ങനെ ഒരു സുരേഷ് ഗോപി. എന്നാൽ സുരേഷ് ഗോപിക്കുണ്ട ഒരു മാറ്റം അതേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നല്ല ക്വാളിറ്റീസ് പലതും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കേണ്ടി വരുന്നൊരു കാര്യം. കാരണം സുരേഷ് ഗോപി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു നല്ലതിനെ നല്ലതായി ആക്സെപ്റ്റ് ചെയ്യുകയും തന്നെയല്ല വിവരക്കേടുകൾ പറഞ്ഞു തുടങ്ങി സുരേഷ് ഗോപി. അങ്ങനെ ഒരു പ്രശ്നം പറ്റി. അതായത് എല്ലാ മനുഷ്യരും ഒരുപോലെ കാണുന്ന സ്വഭാവം സുരേഷ് ഗോപിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അത് നിറമോ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും, അതോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ ചുറ്റുപാടുകളോ നോക്കിക്കൊണ്ട് സുരേഷ് ഗോപി ആരെയും വിലയിരുത്തിയിരുന്നില്ല. തൻ്റെ മുന്നിലേക്ക് നീട്ടുന്ന കൈ കറുത്തതാണോ വെളുത്തതാണോ അല്ലെങ്കിൽ ഉന്നത കുലജാതന്റെ കൈകളാണോ എന്ന് സുരേഷ് ഗോപി ഒരിക്കലും നോക്കിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി ആയിരുന്നു ശരിക്കും പറഞ്ഞ അന്നത്തെ. എന്നാൽ അതിനുശേഷം സുരേഷ് ഗോപി അത് നോക്കി തുടങ്ങി. അദ്ദേഹത്തിന്റെ ഉള്ളിലേക്കൊരു വംശീയത, കാസ്റ്റിസ് അല്ലെങ്കിൽ റേസിസം, ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ആ ഒരു സാധനം എവിടെയൊക്കെയോ അദ്ദേഹം BJP പ്രവർത്തകനായതിനു ശേഷം വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും സുരേഷ് ഗോപി വിമർശിച്ചത്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ റേസിസം വന്നുപോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ പച്ചയ്ക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നത് എനിക്ക് അടുത്ത ജന്മമുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനിക്കണമെന്നും അവിടെ ഉന്നത കുലത്തിൽ ജനിക്കണമെന്നും ആ ഉന്നത കുലത്തിൽ ജനിച്ചിട്ട് എനിക്ക് അയ്യപ്പനെ തഴുകണം തലോടണം എന്നൊക്കെ പറയുന്ന ഒരു നിലവാരത്തിലേക്ക് സുരേഷ് ഗോപി അധപ്പതിച്ചു പോയി എന്ന് പറയുന്നതാണ് ശരി. ആ നിലയിലേക്കൊക്കെ പോകുന്ന സുരേഷ് ഗോപി നമ്മൾ വിമർശിക്കണം. അത് ഒരു പൊതുജന മധ്യത്തിലൂടെ ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് ചെയ്തതിന് ശേഷം ആ കൈ സാനിറ്റൈസർ ഒഴിച്ച് കഴുകുന്ന സുരേഷ് ഗോപിയെ നമ്മൾ വിമർശിക്കണം.
അതുവഴി നടന്നു പോകുന്ന സമയത്ത് ഒരു ആഹാരം കഴിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് കോമാളിത്തരം കാണിക്കുന്ന സുരേഷ് ഗോപിയെ വിമർശിക്കണം. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി മുട്ടിലഴകുകയും ലൂർദ് മാതാവിന് കൊണ്ടുവന്ന് സ്വർണ്ണ കിരീടം സമ്മാനിക്കുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയെയും നമ്മൾ വിമർശിക്കണം. വിമർശിച്ചേ പറ്റൂ. കാരണം അങ്ങനെ വിമർശനത്തിന് അർഹനാണ് ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, വ്യക്തി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ. അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടേയിരിക്കും, അത് ഏത് കാലം കഴിഞ്ഞാലും. എന്നാൽ നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് തന്നെ പറയേണ്ടി വരും. അത് തിരിച്ച് ഇപ്പം പിന്നെ മാധ്യമപ്രവർത്തകരുടെ പിന്നെ സുരേഷ് ഗോപിയുടെ പഴയ ഭരത് ചന്ദ്രൻ IPSന്റെ ഡയലോഗ് അടിച്ചാൽ നമ്മൾ വിമർശിക്കും. ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനല്ല, വസ്തുതകളോട് പ്രതികരിക്കുമ്പോൾ ആ രീതിയിൽ പ്രതികരിക്കണം. ഞാനിപ്പോൾ എവിടുന്ന് വരുന്നോ അതിനെക്കുറിച്ച് ചോദിക്കണം. അമ്മയെക്കുറിച്ച് ഈ AMM എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ്, ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾ ആ ചോദ്യം എന്നോട് ചോദിക്കൂ എന്ന് മാധ്യമപ്രവർത്തകരാണ് ചോദിക്കുന്ന ചോദ്യം. ആ മാധ്യമപ്രവർത്തകർക്ക് ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയണം. അതിന് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അന്നേരം മാധ്യമപ്രവർത്തകരോട് ചൂടാവുന്ന ആ സുരേഷ് ഗോപിയെ ആരും വിമർശിക്കും. പക്ഷെ ഇപ്പോൾ സുരേഷ് ഗോപിയെ വിമർശിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ചെയ്തത്, തൻ്റെ മുന്നിലേക്ക് വന്നു നിന്ന് കുടുംബശ്രീ യൂണിറ്റിലുള്ള സ്ത്രീകൾക്ക് ഓണം ആഘോഷിക്കാൻ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എത്രയാണോ വേണ്ടത് അവർ 32 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുകയും, അത് കടമായിക്കോട്ടെ, കടമാകാം, കടം എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അധികാരികളുടെ നിന്ന് ഫണ്ട് കിട്ടിക്കഴിയുമ്പോൾ ഈ ഫണ്ട് കൊടുത്താൽ മതി. അല്ലാതെ ഈ വീട്ടുകാരെല്ലാം കൂടെ അല്ലെങ്കിൽ ഈ കുടുംബശ്രീയിൽ ഈ പണം വാങ്ങിയ സ്ത്രീകളെല്ലാം കൂടെ ചേർന്നിട്ട് പണം തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ആ ഫണ്ട് കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പൈസ, സുരേഷ് ഗോപിയുടെ പൈസ തിരിച്ചു കൊടുക്കുക. ഇതൊരു മാനുഷിക പരിഗണനയാണ്. ഈ മാനുഷിക പരിഗണനയാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു മാനുഷിക പരിഗണന പഴയ സുരേഷ് ഗോപിയാണ്. ഈ ഒരു മാനുഷിക പരിഗണന ഇന്ന് പലരുടെ ഉള്ളിലില്ല. ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ന് പിന്നെ ഇപ്പം പിണറായി വിജയൻ എടുക്കുക ചെന്ന് ഇപ്പം വേറൊരു കണ്ട് ദേവഭവനം എന്നും പറഞ്ഞിട്ട് പുതിയ വീടൊക്കെ, ദേവപ്രിയക്ക് വീടൊക്കെ ഒരുക്കി കൊടുത്ത പാർട്ടി സംസ്ഥാന ജില്ലാ സെക്രട്ടറിയാണ്, ജില്ലാ കമ്മിറ്റിയാണ്. അതൊക്കെ നമ്മൾ എഗ്രി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും നന്മ അവശേഷിക്കുന്നുള്ള തെളിവാണ്. ഇത്രയും വിവരക്കേട് വിളിച്ച് പറയുന്ന നടക്കുന്ന സുരേഷ് ഗോപിക്ക് പോലും ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ പഴയ ഒരു സുരേഷ് ഗോപി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ ഒരു ഉദാത്തമായ ഉദാഹരണമായി നമുക്കിതിനെ കാണാൻ സാധിക്കുന്നുള്ളതാണ്.